മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ബിബിനുണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖാണ് ബ്രോ. അപ്പോ എന്താണ് ബാഴ്സയ്ക്ക് സംഭവിക്കുന്നത്? 2-0 പിറകെ പോവുക, 4 ഗോൾ അടിച്ചുകൊണ്ട് തിരിച്ചു വരിക, ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്ലറ്റിക്കോക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രില്യന്റ് ആയിട്ടുള്ള വിജയം, 10 പേരെ വെച്ചിട്ട് കളി ജയിക്കുന്നു. ബ്രോ, സംതിങ് ഈസ് ഹാപ്പനിങ് ദിസ് സീസൺ. എന്താണ് ബ്രോയുടെ ഒരു വിലയിരുത്തല്? ഈ സീസൺ വേറെ മൂഡിലാണ് ബ്രോ, പൊളി മൂഡിലാണ്. അതായത് നമുക്കിപ്പോ 2 ഗോൾ കിട്ടിയാലും നമ്മൾ 4 തിരിച്ചടിക്കും എന്ന് പറഞ്ഞൊരു വൈബിലാണ് ഇരിക്കുന്നത്. അത് അത്ലറ്റിക്കോക്കെതിരെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. നോർമലി അത്ലറ്റിക്കോ അറിയാം 2 ഗോളിനൊക്കെ അവർ ലീഡ് എടുക്കുവാണെങ്കിൽ പിന്നെ ഏത് ടീം കളിച്ചാലും അവർക്കെതിരെ ഗോൾ അടിക്കാൻ പറ്റില്ല, അവർ കംഫർട്ടായിട്ട് ജയിച്ചു പോകും. കാരണം അതിനുള്ള ഡേർട്ടി ടാക്ടിക്സ് ഒക്കെ അവര് എല്ലാ കളികളിലും എടുക്കാറുള്ളതാണ്. പക്ഷെ അത് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ ചെന്ന് അവരെ പിന്നെ 4 ഗോൾ അടിച്ച് തോൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്തിടെ ഒന്നും അങ്ങനെ ഒരു മാച്ച് കണ്ടിട്ടില്ല ഏത് ടീമിന്റെ ആണെങ്കിലും. അത് ഭയങ്കര ഫാൻ എന്ന നിലയിൽ ഭയങ്കര ഹൈ തരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ബ്രോ, യമാലിനെ പറ്റി പറയണം ബ്രോ. പുള്ളിയുടെ ഒരു വിഷൻ എന്നൊക്കെ പറഞ്ഞ ആകെ യങ്സ്റ്റർ ആണ്, എന്നിട്ടും പുള്ളി കൊണ്ടുവരുന്ന ഗോള്, എസ്പെഷ്യലി ഡ്രിബിൾ ചെയ്യുമ്പം പുള്ളിയുടെ കാലിൽ ബോൾ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട്. അത് മാത്രമല്ല, പുള്ളിയുടെ മൂവ്മെന്റ്സ് ആയാലും ബോക്സിൽ നിന്ന് പുറത്ത് നടക്കുന്ന ഷോട്ട്സ് ആയാലും വെറൈറ്റി ഓഫ് ആയുധങ്ങൾ പുള്ളിയുടെ പക്കലുണ്ട്. ഒന്നും മാത്രമല്ല, ഒന്നുകിൽ ടാക്ടിക്കലായിട്ട് പുള്ളി മൂവ് ചെയ്ത് ഗോൾ അടിക്കും, അല്ലെങ്കിൽ പെനൽറ്റി വിൻ ചെയ്യും, അല്ലെങ്കിൽ ബോക്സിന് പുറത്ത് ഷോട്ട് അടിക്കും. എല്ലാ കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുള്ളി നല്ല രീതിയിൽ ഒരു ഇമ്പാക്ട് സീസൺ കൊണ്ടുവന്നിട്ടുണ്ട് ബ്രോ. യമാല് ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആണ്. ഇതിപ്പോ ഞാൻ വേറൊരു ഫുട്ബോളിൽ വേറൊരു പ്ലെയറിനെയും കണ്ടിട്ടില്ല. അതായത് 17 വയസ്സിൽ ഒറ്റയ്ക്ക് ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മെസ്സി റൊണാൾഡോ ഒക്കെ കളിച്ച പോലെ ഒരു എക്സ് ഫാക്ടർ ആയിട്ട് ഒരു ടീമിന്റെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും ചെറിയ ഏജിൽ കളിക്കുന്ന ഒരു പ്ലെയർ വേറൊരു ടീമിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അതുമല്ല, പുള്ളി ഭയങ്കര ഭയങ്കര മെച്ചൂർഡ് ആണ് ഗ്രൗണ്ടിൽ. അതായത് അനാവശ്യമായിട്ട് ഒരു പാസ് കൊടുക്കുകയില്ല, വെറുതെ ട്രിപ്പിൾ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് ബോൾ ലൂസ് ചെയ്യില്ല, വെറുതെ ലൈക്ക് കീ പാസിന് വേണ്ടി ശ്രമിച്ച ബോളുകളിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് ഒരു 10-200 ഗെയിംസ് കളിച്ചു വന്ന ഒരു പ്ലെയർ കളിക്കുന്ന രീതിയിൽ ഇത്ര യങ് ഏജിൽ കളിക്കുന്നു എന്ന് പറയുന്നത് അത് ഭയങ്കര അപൂർവമാണ്. എന്തായാലും അത് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോയാൽ മതി, ഇഞ്ചേർഡ് ഒന്നും ആവാതെ. ഈ ടാലന്റ് ഹാൻസി ഫ്ലിക്കിന് എനിക്ക് തോന്നുന്നു നന്നായിട്ട് യമാലിനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, കുറച്ചുകൂടെ നല്ല പ്ലെയർ ആയിട്ട്. ഉറപ്പായിട്ടും. അപ്പോ UCL വരുമ്പോൾ സാധാരണ പാഴ്സ UCL എനിക്ക് തോന്നുന്നു ഇങ്ങനെ അനാവശ്യമായിട്ട് തോറ്റിട്ട് പുറത്താകുന്നത് പല സീസണിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷേ കമ്പയർ ടു ദാറ്റ്, PSVക്കെതിരെ 2 ലെഗിലും ജയിച്ചു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ ലീഗിലെ ഫോമും UCL ഫോമും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫൈനൽ വരെയൊക്കെ എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. എന്താണ് ബ്രോ ഒരു എക്സ്പെക്ടേഷൻ ഈ പ്രാവശ്യം UCL കാര്യം നോക്കിക്കഴിഞ്ഞപ്പോൾ? കഴിഞ്ഞ സീസണിൽ നമുക്ക് പറയാം, കഴിഞ്ഞ സീസണിൽ PSG എതിരെ നമ്മൾ ജയിച്ചു എന്ന് തോന്നിയ ഒരു കളിയാണ് നമുക്ക് അറോഹോയ്ക്ക് റെഡ് കാർഡ് കിട്ടിയതുകൊണ്ട് പിന്നെ PSG ഒരു കംബാക്ക് നടത്തി നമ്മൾ ഔട്ടായി പോയി. പക്ഷെ ഈ സീസണിൽ അതുപോലെ തന്നെ സെയിം ആവേണ്ട ഒരു കളിയായിരുന്നു ബെൻഫീക്കെതിരെ വന്ന ഫസ്റ്റ് ലെഗ്. അതായത് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ നമ്മൾ ഒരാൾ കുറഞ്ഞു 17-ാം മിനിറ്റിൽ, എന്നിട്ട് നമ്മൾ അവിടെ ആ കളി ജയിക്കുക എന്ന് പറയുന്നത് അതും ടീമിന്റെ മെന്റാലിറ്റിയാണ് കാണിക്കുന്നത്. എത്രമാത്രം ഒരു വർഷത്തിനിടയിൽ ഹാൻസി ഫ്ലിക്ക് വന്നേ പിന്നെ ടീമിന്റെ മെന്റാലിറ്റിക്ക് ഉണ്ടായ മാറ്റമാണ് കാണിക്കുന്നത്. പിന്നെ സെക്കൻഡ് ലെഗ് നമ്മുടെ ഹോമിലായിരുന്നു, അത് കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചു. ഇനിയിപ്പോ അടുത്തത് ഡോട്ട്മൗണ്ട് ആയിട്ടാണ് കളി. ഡോട്ട്മൗണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോം തുടരുകയാണെങ്കിൽ, ഈ ഒരു റൺ കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ബാഴ്സയ്ക്ക് അടിച്ചിടാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സെമി ഫൈനല് ഒക്കെയാണ് കുറച്ചുകൂടി ടഫർ ആയിട്ട് ഓപ്പോണന്റ് വരുന്നത്. പിന്നെ എന്താന്ന് പറയുക, ബാഴ്സയുടെ ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്ത്, ബാഴ്സ പീക്ക് ഫോമിൽ എത്തിക്കുന്ന ടൈം ഏതൊരു ടീമിനും പീക്ക് ഫോമിൽ എത്തേണ്ട ഒരു ടൈമാണ്. അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ആ ഒരു സീസണിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈം വരുന്ന ടൈമിലായിരിക്കണം ചാമ്പ്യൻ ടീമുകളൊക്കെ അതിന്റെ ടോപ്പ് ഫോമിൽ എത്തുന്നത്. നമ്മൾ ഈ പ്രീമിയർ ലീഗ് അടിക്കുന്ന മാൻ സിറ്റിനെ കാണാം, അവർ ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ഭയങ്കര റണ്ണായിരിക്കും. അപ്പൊ അതുപോലെ ഒരു ഫോമിൽ ബാഴ്സ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ലിവർപൂളിന് സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ആണ്. അവർ സീസൺ തുടങ്ങിയപ്പോൾ നല്ല ഫോമിലായിരുന്നു കളിച്ചത്, പക്ഷെ ഇമ്പോർട്ടന്റ് സ്റ്റേജിൽ എത്തിയപ്പോൾ, ആ ഒരു സീസണിന്റെ പീക്ക് ടൈമിൽ എത്തിയപ്പോൾ അവരുടെ ഫോം ഡിപ്പായി, അവരുടെ പ്ലേയേഴ്സ് ടയേർഡായി. അപ്പൊ അത് ബാഴ്സയ്ക്ക് സംബന്ധിച്ച് ഭയങ്കര ഹോപ്പ് തരുന്നതാണ് ഇപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ നല്ല ഫോമിൽ പോകുന്നത്. ലലീഗയുടെ കാര്യം ചോദിക്കുമ്പോൾ ബ്രോ, ഒരു ഗെയിമിംഗ് ഹാൻഡ് ഉണ്ട്, പക്ഷെ വളരെ തിന്നായിട്ടുള്ള ഒരു ലീഡാണ്. പക്ഷെ ഒരു കഴിഞ്ഞ 5 മത്സരമൊക്കെ നോക്കുമ്പോൾ അത്ലറ്റിക്കോ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, റയല് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ 5 മത്സരത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ജയിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇനി ആകെ 9 മത്സരങ്ങൾ ബാക്കിയുള്ളൂ.
അതിലിപ്പോ ഒരു ഗെയിമിംഗ് ഹാൻഡ് ഉണ്ട്. ആ മത്സരം ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പോയിന്റിന്റെ ലീഡാണ്. പക്ഷേ 3 പോയിന്റ് ഒന്നുമല്ല, കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കും. ഒരു മാച്ച് തോറ്റാലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡ്രോ ആയാലോ കാര്യങ്ങൾ പുറകോട്ട് വരാം. പക്ഷെ റിയലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങളെ കൈമിലാണ് ഇപ്പൊ കപ്പ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അൺബീറ്റൻ റൺ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ബ്രോ, അവസാന വീക്ക് വരെ കാര്യങ്ങൾ പോവോ, അല്ലെങ്കിൽ ഇത് വീണ്ടും ടെൻഷൻ മൊമെന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു അവസാന വീക്ക് വരെ കാര്യങ്ങൾ പോകുന്നു. ഇപ്പൊ അത്ലറ്റിക്കോക്കെതിരെ നമ്മൾ 70 മിനിറ്റ് വരെ കളി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ അത്ലറ്റിക്കോക്കെതിരെ തോക്കുമെന്ന് മാത്രമല്ല, നമ്മൾ ലാലിഗ ഡ്രോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രോഫി കളയാനുള്ള ഏറ്റവും ചാൻസ് ആയിരുന്നു കണ്ടുവരുന്നത്. പക്ഷെ അവിടെ ഒരു കൺബാക്ക് നടത്തിയത് ടീമിന്റെ മെന്റാലിറ്റി, അത് കപ്പടിക്കാനുള്ള ഒരു മെന്റാലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കുള്ള ഫിക്ചേഴ്സ് അത്ര ഈസി അല്ല. ഇനി റയലായിട്ട് കളിയുണ്ട്, റയൽ ബെറ്റിസ് ആയിട്ട് മാച്ച് ഉണ്ട്. അപ്പൊ എല്ലാ മാച്ച് ജയിച്ചാൽ മാത്രമാണ് ഒരു ചാമ്പ്യൻ ആവാൻ പറ്റുള്ളൂ. അപ്പൊ അത് ടഫാണ്. ബട്ട് ഹോപ്പ് എന്താന്ന് പറഞ്ഞാൽ റയലും അത്ലറ്റിക്കോയും പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമ്മളും പോയിന്റ് ഡ്രോപ്പ് ചെയ്യും. ഒരു ലാസ്റ്റ് മാച്ച് വീക്കിലായിരിക്കും ചാമ്പ്യൻ തീരുമാനിക്കുന്നത്. പക്ഷെ കപ്പടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഈ ഫോം കണ്ടിന്യൂ ചെയ്യുമ്പോൾ. ഒരു ഫൈറ്റ്. അപ്പോൾ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ബ്രോ, പെഡ്രിയുടെ കാര്യം പറയേണ്ടതുണ്ട്. പുള്ളി ഗോൾ വേണമെങ്കിൽ ഗോൾ അടിക്കും. പുള്ളിയുടെ കില്ലർ പാസുകൾ, എസ്പെഷ്യലി എങ്ങനെയാണ് കറക്റ്റായിട്ട് റഫീനിയുടെ റണ്ണ് പുള്ളി കാണുന്നത്, അല്ലെങ്കിൽ വിങ്ങിൽ ഒരാള് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. പുള്ളി കൊടുക്കുന്ന ലോങ് ബോൾസ് ആയാലും ത്രൂ ബോൾസ് ആയാലും 1-2 പാസൊക്കെ നല്ല രീതിയിൽ, ഇപ്പൊ പുള്ളി ഡയറക്റ്റ് ആയിട്ട് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒരു പ്രീ അസിസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ പുള്ളി ആയിരിക്കും അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ പുള്ളി കാണുന്നുണ്ടാവും റഫീനെ റൺ ചെയ്യുന്നു, അല്ലെങ്കിൽ യമാലിന്റെ മൂവ്മെന്റ് പുള്ളി കാണുന്നുണ്ടാവും. വേറൊരു യങ്സ്റ്റർ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് പെഡ്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ബ്രോ, പുള്ളി ഞാൻ പലപ്പോഴും തോന്നാറുണ്ട്, പുള്ളിയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് പുള്ളിയുടെ ഓട്ടോ, ആ വർക്ക് റേറ്റും പുള്ളി കൊടുക്കുന്ന പാസുകളും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്താണ് ബ്രോ പറയാനുള്ളത് പെഡ്രിയെ പറ്റിയിട്ട്? ഇപ്പൊ ഞാൻ ഇവിടെ വായിച്ചതാണ്, സാവിയുടെ ഇനിയസ്റ്റയുടെ ഒന്നും കളി കാണാത്തവർക്ക് കാണാൻ പറ്റുന്നതാണ് പെഡ്രിയുടെ കളിയെന്ന്. കാരണം അത്രയ്ക്കും എന്താ പറയാ, കാവ്യാത്മകമായിട്ട് ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് പെഡ്രി വരുന്നത്. അസിസ്റ്റില് കാണില്ല, പക്ഷെ ഗോൾ അടിക്കുന്നതിൽ ഉണ്ടാവില്ല. പക്ഷെ ഗെയിം മൊത്തം കൺട്രോൾ ചെയ്യുന്നത്, കീ പാസ് കൊടുക്കുന്നതായാലും ഇന്റർസെപ്ഷൻ നടത്തുന്നതാണെങ്കിലും ഗെയിമിന്റെ ടെമ്പോ നിയന്ത്രിക്കുന്നതാണെങ്കിലും പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നതാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പെഡ്രിയുടെ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. പെഡ്രിയാണ് ഇപ്പോൾ ടീമിന്റെ എഞ്ചിനായിട്ട് വരുന്നത്. അതായത് പെഡ്രിയാണ് എപ്പോ നമ്മൾ അറ്റാക്ക് ചെയ്യണം, എപ്പോ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, എങ്ങോട്ട് പാസ് കൊടുക്കണം, ഏത് സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യണം, എല്ലാം ഒരു ആ ഓർക്കസ്ട്ര മൊത്തം പെഡ്രിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നെ വെറി ചെയ്യുന്ന ഒരു ഫാക്ടർ ഇപ്പോ മാർക്ക് അസാഡോയ്ക്ക് വന്ന ഒരു ഇഞ്ചുറിയാണ്. ഇപ്പൊ പുള്ളി 2 മാസം ഔട്ടാണ്. ഇപ്പോ ആ ഒരു പൊസിഷനിൽ ഡിയോങ്ങും മാർക്ക് അസാഡോയും മാത്രമാണ് ഒരു പ്രോപ്പർ പ്ലെയർ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ സെന്റർ ബാക്ക് കളിക്കുന്ന പ്ലേയേഴ്സിനെയാണ് അവിടെ ഇട്ട് കളിപ്പിക്കുന്നത്. ഇപ്പൊ എറിക് ഗാർസിയ ആണെങ്കിലും ക്രിസ്ത്യൻസൺ ആണെങ്കിലും ഒക്കെ അവിടെ കളിപ്പിക്കുന്ന ഒരു സെന്റർ ബാക്കാണ് നാച്ചുറലി. അപ്പൊ കസാഡോയുടെ ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ഗെയിമുകൾ, ഇപ്പൊ ചെറിയ ടീമുകളൊക്കെ ആയിട്ട് വരുമ്പോൾ പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ കസാഡോ വേണമായിരുന്നു. അല്ലെങ്കിൽ ബിഗ് ഗെയിംസിൽ ഒരു 70 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ ലീഡ് എടുത്ത് നിൽക്കുവാണെങ്കിൽ നമുക്കൊരു ഡിഫെൻസീവ് അപ്രോച്ചിലേക്ക് പോകണമെങ്കിൽ കസാഡോ വേണമായിരുന്നു. അങ്ങനെ ഒരു പ്ലെയർ എല്ലാ ടീമിനും നല്ലതാണ്. അപ്പൊ ആ ഒരു പ്ലെയർ പോയത് നമുക്കിനി കണ്ടിന്യൂസ് മാച്ച് വരുന്ന ഒരു സമയത്ത് നമ്മൾ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇപ്പൊ ഒരു വറിയിങ് ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ബ്രോ, ഡിഫൻസിനെ പറ്റി ചോദിക്കണം. ഡിഫൻസ് എന്ന് പറയുന്നത് ചില ഇൻകൺസിസ്റ്റൻസീസ് ഡിഫൻസിൽ കാണുന്നുണ്ട്. എസ്പെഷ്യലി ചില മാച്ചിൽ നോക്കിയാൽ നിങ്ങൾ കൺസീഡ് ചെയ്ത ഗോള് അത്ര നല്ല ഗോളുകളല്ല. ഈസിയാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ചാൻസുകൾ, ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നു. ഗോൾ കീപ്പറുടെ സൈഡിൽ നിന്ന് പൊസിഷനിങ് ചെറിയ പ്രശ്നമുണ്ട്. ഡിഫൻസ് കാര്യമായിട്ട് രീതിയിൽ ഒരു ട്രാക്ക് ബാക്കിംഗ് അല്ലെങ്കിൽ മാൻ ടു മാൻ മാർക്കിംഗ് ചെയ്യാത്ത സിറ്റുവേഷൻ ഗോളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു 3-4 മൊമെന്റ്സ് കഴിഞ്ഞ 5-6 മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു വറിയിങ് ഫാക്ടർ ആണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴല്ല, പക്ഷെ ചിലപ്പോൾ ഒരു 1-0 ലീഡൊക്കെ നിങ്ങൾ പിടിക്കുന്ന സമയത്ത് അവസാന നിമിഷം കൺസീഡ് ചെയ്താൽ ഡ്രോയിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ബ്രോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡിഫൻസിൽ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഡിഫൻസിനെ വെച്ചിട്ട് ഇനി എൻഡ് ഓഫ് ദ സീസൺ വരെ പോകുന്നത് ഓക്കെ ആണോ? നമ്മളിപ്പോ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗോൾ വഴങ്ങിയാലും, ഒരു ഗോൾ വഴങ്ങിയാലും 3 തിരിച്ചടിക്കുക, അങ്ങനെ ഒരു ഫിലോസഫിയാണ്. അങ്ങനെ തിരിച്ചടിക്കാൻ പറ്റുന്നത് നമ്മൾ അത്ര ഹൈലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ശരിക്കും നമ്മുടെ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഓഫ് സൈഡ് ട്രാപ്പ് ഓപ്പണന്റ് ടീം ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ അവിടെ ഗോളാണ്, പിന്നെ വേറെ ഒന്നുമില്ല. കാരണം അത്രയ്ക്ക് ഹൈലൈൻ ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇപ്പൊ നോർമലി ലാലിഗയിലെ ചെറിയ ടീമുകളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് അത്ര ഇഷ്യൂ ഇല്ല, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ അത്ര ഇഷ്യൂ ഇല്ല. പക്ഷെ ഇന്റർ പോലെയൊക്കെ ഉള്ള ഒരു ടീമാണെങ്കിൽ അവരുടെ ഡിഫൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. ചാമ്പ്യൻസ് ലീഗിൽ അറിയാം കുറച്ച് ഗോളുകൾ വഴങ്ങിയ ഒരു ടീമാണ്. അപ്പൊ അവിടെ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റാതെ വരികയും നമ്മുടെ ഡിഫൻസ് ലൈൻ അവർ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര എതിരായിട്ട് സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ വെറി ചെയ്യുന്നത്. എന്തായാലും പക്ഷെ ഹാൻസ് വിക്കിന്റെ ഫിലോസഫി ഇതാണ്. ഈ ഫിലോസഫി വെച്ച് തന്നെയാണ് അദ്ദേഹം ബയേണുമായിട്ട് ട്രിപ്പിൾ അടിച്ചത്. അപ്പൊ അതാണ് ഞങ്ങൾ ഹോപ്പ് ചെയ്യുന്നത്.
അവസാനത്തെ ക്വസ്റ്റ്യൻ റഫീനിയനെ പറ്റിയിട്ടാണ്. ബ്രോ, ആ ക്യാപ്റ്റന്റെ ആംബാൻഡ് എനിക്ക് തോന്നുന്നു വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ് കൊടുത്തത്. പുള്ളിയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുള്ള റഫീനിയയും ഈ സീസണിൽ കളിക്കുന്ന റഫീനിയയും തമ്മിൽ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. എനിക്ക് തോന്നുന്നു വേർഷൻ 3 പുള്ളി അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. പുള്ളിയുടെ സ്പീഡ് ആയാലും മൂവ്മെന്റ് ആയാലും പുള്ളി വിൻ ചെയ്യുന്ന പെനൽറ്റീസ് ആയാലും എസ്പെഷ്യലി ലോങ് ബോളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്. പിന്നെ ടാർഗറ്റിലേക്ക് പണ്ടൊക്കെ ഒരു 5 ഷോട്ട് അടിക്കുമ്പോൾ ഒരു ഷോട്ട് പോസ്റ്റിലേക്ക് കയറും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പുള്ളി കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിട്ടുള്ള ഫിനിഷിങ് റഫീനയുടെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി എപ്പോൾ പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി സെൽഫിഷ് ആകുന്നതിന് പകരം അപ്പുറം ഒരാളുണ്ടെങ്കിൽ പുള്ളിയിലേക്ക് പാസ് ചെയ്ത് ഗോൾ അടിക്കുക എന്നുള്ള രീതിയിലേക്ക് ആ ഫ്രണ്ട്ലി മാറിയിട്ടുണ്ട്. അതിൽ റഫീനയുടെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? റഫീന കഴിഞ്ഞ സീസണിൽ പുള്ളിക്കെതിരെ വന്നൊരു വിമർശനം എന്ന് പറയുന്നത് പുള്ളിയുടെ ബ്രസീലിയൻ പാസ്പോർട്ട് തന്നെയാണോ എന്ന് നോക്കണമെന്നായിരുന്നു. കാരണം ബ്രസീലുകാർക്ക് നോർമലി ഉള്ള സ്കിൽസ് ഇല്ല, ഗോൾ അടിക്കുന്നില്ല, അസിസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഭയങ്കര വിമർശനം കേട്ടൊരു പ്ലെയർ ആണ്. പക്ഷെ ഈ സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതായത് നമ്മൾ പറയില്ലേ, എക്സ്ട്രാ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അങ്ങനെ കളിക്കുന്ന, അതായത് ഗ്രൗണ്ടിൽ ഫുൾ കമ്മിറ്റഡ് ആണ്, അസിസ്റ്റ് കൊടുക്കുന്നു, ഗോൾ അടിക്കുന്നു, ഗ്രൗണ്ട് മൊത്തം കവർ ചെയ്യുന്നു, അന്യായ വർക്ക് റേറ്റ് ഗ്രൗണ്ടിൽ തരുന്നു, ലീഡർഷിപ്പ് കാണിക്കുന്നു. അതിനൊരു വേറെ വേർഷൻ, നമ്മൾ ഇത്രയും നാൾ റഫീനെ കാണാത്ത ഒരു പ്ലെയറിനെയാണ് ഈ ജസ്റ്റ് 8-9 മാസം കൊണ്ട് ഹാൻസി ഫ്ലിക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അത് കോച്ചിന്റെ ഒരു കഴിവും കൂടിയാണ്. കാരണം അദ്ദേഹം ഈ റഫീനയുടെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ പുള്ളി ബോള് കാലിൽ വെച്ച് അധികം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ അല്ല. പുള്ളി റണ്ണ് നടത്തുക അല്ലെങ്കിൽ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരിക, അങ്ങനെ ഒരു പ്ലെയർ ആണ്. അപ്പൊ ആ ഒരു പുള്ളിയുടെ കഴിവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ അഴിച്ചുവിട്ടൊരു റഫീനയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ എല്ലാ പ്ലേയേഴ്സിനും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഫെറാൻ ടോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സീസണിൽ വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ കളിപ്പിക്കരുത്, വിൽക്കണം എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ആണ്. 55 മില്യണോളം കൊടുത്ത് മാൻ സിറ്റിന്ന് കൊണ്ടുവന്ന പ്ലെയർ ആണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ നല്ല കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം. പക്ഷെ പുള്ളി ശരിക്കും പറഞ്ഞപ്പോ മായാവിയിൽ പറയില്ലേ, അവൻ എപ്പോ എവിടെ അവതരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അതുപോലെ ഒരു പ്ലെയർ ആണ്. നമ്മള് ഒരു കളി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന് ഹാട്രിക് അടിക്കും. അപ്പൊ നമ്മൾ നന്നായിട്ട് കളിച്ചു എന്ന് കരുതി അടുത്ത കളി സ്റ്റാർട്ടിംഗ് 11 കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പഴയ ഫെറാൻ ടോറസ് തന്നെയാവും. പക്ഷെ അത്ലറ്റിക്കൊക്കെ എതിരെ നോക്കുക, അപ്പൊ അവിടെ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഗോഡ് ലെവൽ പെർഫോമൻസ് ആണ് ഫെറാൻ ടോറസ് നടത്തിയത്. അപ്പൊ എവിടെ അവതരിക്കും എന്ന് പറയാൻ പറ്റാത്തൊരു പ്ലെയർ ആയിട്ട് ഫെറാൻ ടോറസ് മാറി. ഉറപ്പായിട്ടും ബ്രോ. അപ്പൊ നല്ലൊരു റണ്ണാണ്. എന്തായാലും ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബ്രോ. ടേക്ക് കെയർ.